പുതിയ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവിദഗ്ധ തൊഴിൽ പിന്തള്ളപ്പെടുമെന്ന ആശങ്ക. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പതിപ്പിന്റെ മാർഗരേഖ പ്രകാരം അവിദഗ്ധ തൊഴിൽ പിന്തള്ളപ്പെടുമെന്ന ആശങ്ക ഉയരുന്നു. തൊഴിൽദാന പദ്ധതിയായി അറിയപ്പെട്ടിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോൾ ആസ്തി വികസന പദ്ധതിയായി മാറുകയാണ്. ഇതോടെ വിദഗ്ധ, അർദ്ധവിദഗ്ധ തൊഴിലും സാധന സാമഗ്രികളുടെ ഉപയോഗവുമാണ് മുൻഗണന നേടുന്നത്. ഗ്രാമീണ മേഖലയിൽ അവിദഗ്ധ കൈത്തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഏതൊരു കുടുംബത്തിനും ആവശ്യപ്പെടുന്ന മുറയ്ക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പ് നൽകിയിരുന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ്. എന്നാൽ പുതുതായി കൊണ്ടുവരുന്ന VBG റാംജി പദ്ധതിയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രവൃത്തികൾ കൂടുതലും തൊഴിൽ വൈദഗ്ധ്യം ആവശ്യപ്പെടുന്നതാണ്. നിലവിലുള്ള പദ്ധതിയിൽ മണ്ണും ജലവും സംരക്ഷിക്കുന്നതടക്കം പ്രകൃതി വിഭവങ്ങളുടെ പരിപാലനത്തിലായിരുന്നു പ്രാധാന്യം. അവിദഗ്ധ തൊഴിലാളികളുടെ സേവനം കൂടുതലായി പ്രയോജനപ്പെടുത്തുകയും സാധന സാമഗ്രികളുടെ ഉപയോഗം പരിമിതമായിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ പദ്ധതിയിൽ ഇത് ജലസംരക്ഷണ പ്രവർത്തനങ്ങളായി മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അവിദഗ്ധ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ അതിനാൽ കുറയുന്നു. പൊതു ഇടങ്ങളിലും ചെറുകിട നാമമാത്ര കർഷകരുടെയും മറ്റും സ്വകാര്യ ഭൂമിയിലും ഭൂവികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മുൻപ് അനുമതി നൽകിയിരുന്നുവെങ്കിലും പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് പരാമർശമില്ല. പുതിയ പദ്ധതിയിൽ ജലസംരക്ഷണത്തിന് പുറമെ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം, ജീവനോപാധി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളും നേരിടാനുള്ള തയ്യാറെടുപ്പും ആഘാത ലഘൂകരണ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റത്തിന്റെ ഫലമായി ഇപ്പോൾ ലഭിക്കുന്ന തൊഴിൽ ദിനങ്ങളുടെ പകുതി പോലും കണ്ടെത്താൻ പ്രയാസമാകുമെന്നാണ് വിലയിരുത്തൽ. തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച് ജീവിക്കുന്ന 10 ലക്ഷത്തിലധികം പേരെ ഇത് ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.